നമസ്കാരം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര ശ്രമിച്ചിട്ടും എത്ര വലിയ വഴിപാടുകൾ കഴിച്ചിട്ടും ചില കഷ്ടകാലങ്ങൾ വിട്ടുമാറാതെ നിൽക്കാറില്ലേ? ഭഗവാനെ, ഞാൻ നിനക്ക് തരാത്ത വഴിപാടുകളില്ലല്ലോ, എന്നിട്ടും എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തുന്നതിന് മുൻപേ തടയപ്പെടുന്ന ചില തടസ്സങ്ങളുണ്ട്. അതിനെയാണ് ജ്യോതിഷത്തിൽ പിതൃദോഷം എന്ന് വിളിക്കുന്നത്. പഴയ കാരണവന്മാർ പറയാറുള്ളൊരു കാര്യമുണ്ട്: ദേവൻ കോപിച്ചാൽ പിതൃക്കൾ രക്ഷിക്കും, എന്നാൽ പിതൃക്കൾ കോപിച്ചാൽ ഭഗവാൻ പോലും കൈവിടും. കേൾക്കുമ്പോൾ ചിലർക്കിത് അതിശയോക്തിയായി തോന്നാം. എന്നാൽ ഇതിൻ്റെ പിന്നിലെ സത്യം നമ്മൾ തിരിച്ചറിയണം. എന്താണ് ഈ പിതൃപുണ്യം? ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു വലിയ മരത്തിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നതെന്ന് കരുതുക. ആ മരത്തിൻ്റെ ചില്ലകളും പൂക്കളും കായ്കളുമാണ് നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങൾ. എന്നാൽ ആ മരത്തെ താങ്ങി നിർത്തുന്നത് മണ്ണാഴങ്ങളിലേക്ക് പടർന്ന വേരുകളാണ്. ആ വേരുകൾക്കാണ് നമ്മുടെ പിതൃക്കൾ. നമ്മൾ എത്ര വലിയ പൂജകൾ നടത്തിയാലും എത്ര വലിയ ദാനങ്ങൾ ചെയ്താലും ആ വേരുകൾക്ക് നമ്മൾ വെള്ളമൊഴിക്കുന്നില്ലെങ്കിൽ, അതായത് നമ്മുടെ പിതൃക്കളെ നമ്മൾ സ്മരിക്കുന്നില്ലെങ്കിൽ, ആ മരം അധികകാലം പച്ചപ്പോടെ നിൽക്കില്ല. പലരും ചോദിക്കാറുണ്ട്, ഞാൻ പണ്ടു മരിച്ചുപോയ അപ്പൂപ്പനെ എന്തിനാണ് ഇപ്പോൾ സ്മരിക്കുന്നത് എന്ന്. ഓർക്കുക, നമ്മുടെ ശരീരത്തിലെ ഓരോ തുള്ളി രക്തത്തിലും അവരുടെ അംശമുണ്ട്. ആ രക്തബന്ധം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. ഭഗവാന് നമ്മൾ നൽകുന്നത് ഭക്തിയാണ്, എന്നാൽ പിതൃക്കൾക്ക് നമ്മൾ നൽകുന്നത് നമ്മുടെ കടമയാണ്. വഴിപാടിനേക്കാൾ മുൻപേ ചെയ്യേണ്ടത് കടമകളാണ്. ബലിതർപ്പണം എന്നത് വെറുമൊരു ചടങ്ങല്ല, അതൊരു കടം വീട്ടലാണ്. ഞാൻ ഇന്നനുഭവിക്കുന്ന ഈ ജീവിതം, ഈ ശരീരം, ഈ സമ്പാദ്യം എല്ലാം നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് നമ്മുടെ പൂർവികരോട് നമ്മൾ പറയുന്ന നന്ദി വാക്കാണത്. പിതൃക്കൾ സംതൃപ്തരായാൽ ആ കുടുംബത്തിന് ലഭിക്കുന്ന ഒരു പ്രത്യേക സുരക്ഷാ കവചമുണ്ട്. ആ വീട്ടിൽ മംഗളകർമ്മങ്ങൾ തടസ്സമില്ലാതെ നടക്കും. മക്കൾക്ക് അഭിവൃദ്ധിയുണ്ടാകും. അകാരണമായ ഭയവും രോഗങ്ങളും ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കർക്കിടകവാവിന് മാത്രം ചെയ്യേണ്ട ഒന്നല്ല ഈ സ്മരണ. മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ശ്രാദ്ധം മുടങ്ങാതെ നോക്കുക. തർപ്പണം എന്നത് മരിച്ചവർക്ക് വേണ്ടിയല്ല, മറിച്ച് ജീവിച്ചിരിക്കുന്ന നമ്മുടെയും നമ്മുടെ വരും തലമുറയുടെയും ഐശ്വര്യത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക. പിതൃക്കളുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നിങ്ങളെ തേടി വരും. നന്ദി.